എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് റവ വെച്ചിട്ട് വളരെ സിമ്പിളായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് ചെയ്തിട്ടെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ. ഇത് രാവിലെയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് കറിയുടെ ആവശ്യമൊന്നുമില്ല. നല്ല ചൂടോടുകൂടി നല്ല ക്രിസ്പി ആയിട്ട് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ടു നോക്കുക. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ് അത് പ്രത്യേകം എടുത്ത് പറഞ്ഞത്. പിന്നെ നമ്മുടെ ഫാമിലിയിൽ പുതുതായിട്ട് ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ഒന്ന് വിളിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സൂപ്പറായിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പലഹാരം എങ്ങനെ ഉണ്ടാക്കുന്നത് ഒന്ന് കണ്ടു നോക്കാം. ഈ ഒരു റെസിപ്പി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് റവയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ളൊരു പാത്രത്തിലോട്ട് ഒരു 1/4 കപ്പ് അളവിൽ റവ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അതിപ്പോൾ വറുത്ത റവയാണ്, അല്ലാന്നുണ്ടെങ്കിൽ വറുക്കാത്ത റവയാണ്, എന്തായാലും കുഴപ്പമില്ല. അപ്പോൾ ഒരു 1/4 കപ്പ് അളവിൽ റവ നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. പിന്നെ നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അധികം പുളിയില്ലാത്ത 1 ടേബിൾ സ്പൂൺ അളവിൽ തൈരാണ്. അപ്പോൾ അതും കൂടി നമുക്ക് ഇതിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല പുളിയുള്ള തൈരാണെന്നുണ്ടെങ്കിൽ ഒരു 1/2 ടേബിൾ സ്പൂൺ അളവിൽ തൈര് മാത്രം മതിയാവും. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളം എന്ന് പറയുമ്പോൾ 1/4 കപ്പ് റവയാണ് എടുക്കുന്നതെങ്കിൽ അതിൽ 1/4 കപ്പ് കുറച്ച്, അതായത് 1/2 കപ്പ് അളവിൽ സാധാരണ വെള്ളമാണ് കേട്ടോ ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഒരുപാട് അങ്ങോട്ട് ലൂസായി പോകാൻ പാടില്ല കേട്ടോ, അതുകൊണ്ടാണ് ആ ഒരു വെള്ളത്തിന്റെ അളവ് ഞാൻ കറക്റ്റായിട്ട് അങ്ങ് പറഞ്ഞു തന്നത്. അപ്പോൾ നന്നായിട്ട് ഞാനൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുകയാണേ. ഒരു 10 മിനിറ്റ് മുന്നേ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ഈസ്റ്റ്, 3 ടീസ്പൂൺ അളവ് വെള്ളം ചേർത്ത് നന്നായിട്ട് പുളിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരു 10-15 മിനിറ്റ് കൊണ്ട് നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മാവിലോട്ട് ഈ ഒരു ഈസ്റ്റിന്റെ മിക്സ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് വീണ്ടും നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വെള്ളത്തിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം കേട്ടോ. ഇനി നമുക്ക് ഇത് പുളിച്ച് വന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് ഒരു 3-4 മണിക്കൂർ നമുക്ക് അങ്ങ് മാറ്റി വെച്ചേക്കാം. ആ ഒരു സമയം കൊണ്ട് ഈ മാവ് നന്നായിട്ട് അങ്ങോട്ട് പൊങ്ങി വരും. എന്നിട്ട് വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ വെള്ളം ഒഴിച്ച് വെച്ചിട്ട് മാവെല്ലാം കൂടി അങ്ങോട്ട് ലൂസാക്കി എടുക്കരുത് കേട്ടോ. ആ ഒരു കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചേക്കണേ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 3 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ 4 മണിക്കൂർ ഓരോ സ്ഥലത്തുള്ള ചൂടിനനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്ന സമയം എന്ന് പറയുന്നത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഈസ്റ്റിന്റെ ഇത് മാവിന്റെ എല്ലാ ഭാഗത്തും ഒരുപോലെ എത്തണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു 3-4 മണിക്കൂർ ഇത് നന്നായിട്ട് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. മാവൊന്ന് റെഡിയാകുന്ന ആ ഒരു സമയം കൊണ്ട് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് റെഡിയാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഇത് ഒരു പാനിൽ കുറച്ച് ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരുപാടൊന്നുമില്ല, ഒരു 1-2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇതിന് ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഗീയും ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ആ ഒരു സമയം കൊണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സവാള, അതായത് ഒരു മീഡിയം സൈസുള്ള സവാള കേട്ടോ, അത് നമുക്ക് ഈ ചൂടായ ഓയിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തേക്കാം. ഒരുപാടൊന്നും വെജിറ്റബിൾസ് വേണ്ട, കുറച്ച് മാത്രം മതി കേട്ടോ. അപ്പോൾ മുഴുവനായിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കണേ. ഇനി ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെജിറ്റബിൾസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. വെജിറ്റബിൾസ് ഇന്നേ വെജിറ്റബിൾസ് കാണുന്നൊന്നുമില്ല, നിങ്ങളുടെ കയ്യിൽ എന്താണോ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് ആ ഒരു വെജിറ്റബിൾസ് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ക്യാരറ്റ്, അതുപോലെ ഗ്രീൻ പീസ്, പിന്നെ പയർ, ബീൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കോളിഫ്ലവർ ചേർക്കാം, ബ്രോക്കോളി ചേർക്കുന്നവരുണ്ട്, എന്തായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സ്വീറ്റ് കോൺ ചേർക്കാം, അതൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഇപ്പോൾ സ്വീറ്റ് കോൺ എൻ്റെ കയ്യിലില്ല, അതുകൊണ്ടാണ് ചേർക്കാനത്. ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ ഇപ്പോൾ തീർന്നിരിക്കുകയാണ്, സാധാരണ ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടമുള്ളത് എന്താണോ അത് മുഴുവനായിട്ട് ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തിട്ടെടുക്കാം. പിന്നെ ഈ ഒരു വെജിറ്റബിൾസ് നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കുക. തീ എന്ന് പറയുന്നത് ഹൈ ഫ്ലെയിമിൽ ഇട്ടേക്ക് കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ ഈ ഒരു വെജിറ്റബിൾസ് അങ്ങനെ വെന്ത് പോവുകയാണ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വെന്ത് കിട്ടുകയും ചെയ്യും. ആ ഒരു പലഹാരം കഴിക്കുന്ന സമയത്ത് ഈ ഒരു വെജിറ്റബിൾസ് ചെറുതായിട്ട് നമുക്ക് കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടണം. അപ്പോഴായിരിക്കും നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക. ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ് പരുവത്താണ് ഉണ്ടാവുക, അത് അത്ര ടേസ്റ്റ് കൊടുക്കില്ല കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ വെജിറ്റബിൾസ് പെട്ടെന്ന് അങ്ങോട്ട് കുക്കായി കിട്ടുകയും ചെയ്യും, കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നന്നായിട്ട് ഞാനിതൊന്ന് സോട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ ഇതേ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അത്യാവശ്യം നന്നായിട്ട് ഇവിടെ കുക്കായിട്ട് വന്നിട്ടുണ്ട്. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ഞാനിത് വഴറ്റിയിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമുക്കങ്ങ് മാറ്റി വെച്ചേക്കാം. ഉള്ളിയൊന്നും ഈ ഒരു സവാളയൊന്നും ഒരുപാട് വഴൻ്റെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി. അപ്പോൾ തീ ഓഫ് ചെയ്ത് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലോട്ട് അങ്ങ് മാറ്റി കൊടുക്കാം.
അപ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള മാവ് കണ്ടോ, ഈസ്റ്റ് ഇട്ട കാരണം നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പൊങ്ങി വന്നിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ ഈ ഒരു പരുവത്തിലായി കിട്ടണം. ഇതിപ്പോൾ ഈ ഒരു മാവ് ഈ ഒരു പരുവത്തിലായി കിട്ടാൻ വേണ്ടിയിട്ട് കറക്റ്റ് എനിക്കൊരു 3.5 മണിക്കൂർ എടുത്തിട്ടോ. കാരണം ഇവിടെ നല്ല തണുപ്പാണ്, 5 ഡിഗ്രി 4 ഡിഗ്രി ഒക്കെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നല്ല തണുപ്പാണ്. ഓരോ സ്ഥലത്തെ കാലാവസ്ഥയ്ക്ക് അനുസരിച്ചിട്ട് മാവ് പൊങ്ങി വരാൻ സമയം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നന്നായിട്ട് പൊങ്ങി വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ ആ ഒരു പലഹാരം നന്നായിട്ട് പാനിലിടുന്ന സമയത്ത് പൊങ്ങി വരുള്ളൂ. ഇനി നമുക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുക്കുകയാണേ. അപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് മുഴുവനായിട്ടും ഞാൻ ഇതിലോട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി വെള്ളത്തിൻ്റെ ആവശ്യം നമുക്കുണ്ട്. അപ്പോൾ സാധാരണ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നമുക്ക് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇത്തിരി ഒന്ന് ലൂസായിട്ടോ ആവശ്യം, നമുക്കിത് കോരി ഒഴിക്കാനുള്ളതാണ്. അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കിയിട്ട് എടുക്കാം. അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മാവിൻ്റെ കറക്റ്റ് പരുവം എന്താ വെച്ചാൽ ഇതാണ് കേട്ടോ. ഒരുപാട് അങ്ങോട്ട് ലൂസല്ല, അതേസമയം ഒരുപാട് ടൈറ്റിലിരിക്കാനും പാടില്ല. നമുക്ക് പാനിലോട്ട് ഇതങ്ങോട്ട് കോരി ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റണം. ആ ഒരു പരുവത്തിൽ വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കിയിട്ട് എടുക്കുക കേട്ടോ. പിന്നെ നമ്മൾ പാനിൽ ഒഴിക്കുന്ന മുന്നേ ഉപ്പൊക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കുക. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഉപ്പ് നോക്കിയ സമയത്ത് സ്വല്പം ഒന്ന് കുറവായിരുന്നു. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് പാൻ ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഈ ഒരു പാനിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാനിത് ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ പാൻ അത്യാവശ്യം നന്നായിട്ടൊന്ന് ചൂടാവുന്ന സമയത്ത് കുറച്ച് ഓയിൽ നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. കുറച്ച് മാത്രം മതി കേട്ടോ, ഒരുപാടൊന്നും വേണ്ട. ഇനി ഓയിലിന് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഉപയോഗിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ നെയ്യായാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എണ്ണ അത്യാവശ്യം നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയത്ത് ഒരു തവി മാവ് നമുക്ക് ഈ ഒരു പാനിലോട്ട് അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തേക്കാം. ഇനി നമുക്കിത് അടച്ച് വെച്ചിട്ട് വേണം വേവിച്ചിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. തീ ഒരു മീഡിയം ഫ്ലെയിമിൽ മാത്രം വെച്ച് തന്നാൽ മതി, എന്നാലും ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ. അപ്പോൾ അത്യാവശ്യം ഇതിൻ്റെ അടിഭാഗമൊക്കെ നന്നായിട്ടൊന്ന് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിത് ഇതുപോലെ ഞങ്ങൾ മറച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഓയിലോ നെയ്യോ വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് രണ്ട് സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് പതുക്കെ നമുക്ക് എണ്ണയിൽ നിന്ന് എടുത്ത് മാറ്റി കൊടുക്കാം. ഈ ഒരു രീതിയിലാണ് കേട്ടോ ആക്കിയിട്ടെടുക്കേണ്ടത്. രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് കറക്റ്റ് ഇത് ഈ ഒരു പരുവം. അപ്പോൾ ഇത് മുഴുവനായിട്ടും ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പലഹാരത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നല്ല ഉള്ളൊക്കെ നല്ല സോഫ്റ്റും അതേപോലെ പുറമേ ആ ഒരു റവയുടെ നല്ല മുരുമുരുവായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു പലഹാരം തന്നെയാണ് കേട്ടോ. ഉള്ളൊക്കെ നല്ല സോഫ്റ്റാണ്. ഇത് ചൂടോടുകൂടി കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വേറെ കറിയുടെ ആവശ്യമൊന്നും നമുക്കില്ല, അത്ര ടേസ്റ്റാണ് കേട്ടോ. പിന്നെ കൊച്ചുകൾക്കൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സോസും കൂട്ടി കഴിക്കാനൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് വന്നറിയിക്കട്ടെ. പിന്നെ ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. പിന്നെ പുതുതായിട്ട് നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നാളെ ഇതിനേക്കാൾ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ഫുഡ് വേൾഡ്. ബൈ ബൈ.